ഇന്ത്യയിൽ കോവിഡ്-19 കേസുകൾ 3395 ഉയർന്നു. വെറും 10 ദിവസത്തിനുള്ളിൽ ഇതിൽ ഗണ്യമായ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കേരളം, മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം മെയ് 31 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1336 സജീവ അണുബാധകൾ റിപ്പോർട്ട് ചെയ്തതും ഏറ്റവും കൂടുതലും ബാധിച്ചിരിക്കുന്നതും കേരളത്തിലാണ്. തൊട്ടു പിന്നിൽ മഹാരാഷ്ട്രയും ഡൽഹിയുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ 4 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ ഡൽഹി, കേരളം, കർണാടക, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1435 പേരെ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. അണുബാധയുടെ തീവ്രത കുറവാണ്. മിക്ക രോഗികളും വീട്ടിൽ പരിചരണത്തിലുമാണ്. ആശങ്കപ്പെടേണ്ടതില്ലെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദഗ്ധർ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ 467 സജീവ കേസുകൾ ഉള്ളപ്പോൾ ശനിയാഴ്ച സംസ്ഥാനത്ത് 68 പുതിയ കോവിഡ്-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പുതിയ കേസുകളിൽ 30 എണ്ണം മുംബൈയിലും 15 എണ്ണം പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലുമാണ് കണ്ടെത്തിയത്. കല്യാൺ, ഡോംബിവാലി, റായ്ഗഡ് എന്നിവിടങ്ങളിലും കേസുകൾ കണ്ടെത്തി. അതേസമയം കർണാടക ആരോഗ്യ വകുപ്പ് ജനങ്ങളോട് ശാന്തത പാലിക്കാനും ജാഗ്രത പാലിക്കാനും കൂടുതൽ വ്യാപനം തടയാനും പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും ആരോഗ്യ അധികാരികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടു. കോവിഡ്-19 വ്യാപനം തടയുന്നതിനും പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിലവിലെ സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ താൽപര്യങ്ങൾക്കായി മുൻകരുതലുകൾ എടുക്കാൻ സർക്കാർ സ്വകാര്യ സ്കൂളുകളോട് ആവശ്യപ്പെട്ടു. ശനിയാഴ്ച ഡൽഹിയിൽ കോവിഡ്-19 ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. കോവിഡ്-19 സ്ഥിരീകരിച്ച 60 വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. ഇത് അടുത്തിടെയുണ്ടായ രോഗവ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ മരണമായി സൂചിപ്പിക്കുന്നുണ്ട്. ലാപ്രോട്ടമിക് ശേഷമുള്ള ഗുരുതരമായ കുടൽ തടസ്സം സ്ത്രീക്ക് അനുഭവപ്പെട്ടിരുന്നു. കോവിഡ്-19 കണ്ടെത്തിയത് ആകസ്മികമായിരുന്നുവെന്നും ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ്-19 പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ച് 63 വയസ്സുള്ള ഒരാൾ ശനിയാഴ്ച മരിച്ചിരുന്നു. ഇതോടെ കർണാടകയിൽ കോവിഡ് സംബന്ധമായ മരണങ്ങളുടെ എണ്ണം 4 ആയി. പൂർണ്ണമായും വാക്സിനേഷൻ എടുത്ത വൃദ്ധ രോഗി ശസ്ത്രക്രിയാനന്തര കീമോതെറാപ്പിക്ക് വിധേയനായിരുന്നുവെന്നും ബുക്കൽ മ്യൂക്കോസിയിലെ സ്ക്വാമസ് സെൽ കാർസിനോമയും പൾമണറി TB പോലുള്ള സഹരോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യവകുപ്പിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വർഷാരംഭം മുതൽ കർണാടകയിൽ 7 കോവിഡ്-19 രോഗികൾ മരിച്ചു. അതിൽ 6 പേർക്ക് മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് മതിയായ കൊറോണ വൈറസ് പരിശോധനയും ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതുപോലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിച്ചും ശാരീരിക അകലം പാലിച്ചും നല്ല ശുചിത്വം പാലിച്ചും ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ കർണാടക ആരോഗ്യ വകുപ്പ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു ഉപദേശം പുറപ്പെടുവിക്കുകയുമുണ്ടായി. ഒഡീഷയിൽ 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കേസുകളുടെ എണ്ണം 7 ആയി ഉയർന്നതായും ആരോഗ്യ സെക്രട്ടറി അശ്വതി എസ് പറഞ്ഞു. പരിഭ്രാന്തരാകരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗികളുടെയും നില സ്ഥിരമാണെന്നും അവർ പറഞ്ഞു. അതോടൊപ്പം കേരളത്തിലെ കോവിഡ് ബാധയിൽ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്താകെ 2710 പേരാണ് ചികിത്സയിലുള്ളത്. 430 കേസുകളാണ് തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത്. 5 ദിവസം കൊണ്ട് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1147 ആയി ഉയർന്നു. 3 മരണം കൂടി ഈ ദിവസങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 511 പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 227 കേസുകളും കേരളത്തിലാണ്. 72 പേർക്കാണ് 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് രോഗമുക്തി ഉണ്ടായത്. പുതിയ ജില്ലാതല കണക്കുകൾ കേരളം പുറത്തുവിട്ടിട്ടില്ല. കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നാണ് വിവരം. മറ്റ് സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ട്. എങ്കിലും കേരളമാണ് കണക്കുകളിൽ മുന്നിലുള്ളത്.
കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രോഗപരിശോധന കൂടുതലുള്ളതും രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ ഒരു കാരണമായി ആരോഗ്യ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രോഗവ്യാപനം സ്വാഭാവികമാണെന്ന് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ആവർത്തിക്കുന്നത് ഇടവേളകളിൽ കേസുകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. പൂർവേഷ്യൻ രാജ്യങ്ങളിലെ രോഗവ്യാപനവും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമ ബംഗാളിൽ 59 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സജീവ കേസുകളുടെ എണ്ണം 116 ഉയർന്നു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ 56 പുതിയ രോഗികളുണ്ട്. ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികൾ കുറവാണ്. LF7, XFG, JN1 ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം LF7, NB181 എന്നിവയാണ് ഇന്ത്യയിൽ പടരുന്നത്. ഈ വകഭേദങ്ങൾ ആശങ്കയ്ക്കിട നൽകുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇന്ത്യയിലും ചൈനയിലും ഏഷ്യയിലെ മറ്റ് ഭാഗങ്ങളിലും കോവിഡ് പടരാൻ കാരണം ഈ വകഭേദങ്ങളാണെന്നാണ് റിപ്പോർട്ട്. മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഇവ സാധാരണ ജലദോഷപ്പനി മുതൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, മിഡിൽ ഏജ്ഡ് റെസ്പിറേറ്ററി സിൻഡ്രോം, COVID-19 എന്നിവ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ്. മനുഷ്യരുൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെ ബാധിക്കുന്നു. ജലദോഷം, ന്യൂമോണിയ, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഇവയുമായി ബന്ധപ്പെട്ട ഈ വൈറസ് ഉദരത്തെയും ബാധിക്കാം. ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്നും 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണം ഈ വൈറസുകളാണ്. കഴിഞ്ഞ 70 വർഷങ്ങളായി കൊറോണ വൈറസ് എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ ഇവയെ ബാധിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മൃഗങ്ങൾക്കിടയിൽ പൊതുവെ ഇത് കണ്ടുവരുന്നുണ്ട്. സൂണോട്ടിക് എന്നാണ് ഇവയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നവയാണ് എന്നർത്ഥം. ഇവ ശ്വാസനാളിയെയാണ് ബാധിക്കുക. ജലദോഷവും ന്യൂമോണിയയും ഒക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ സാർസ്, ന്യൂമോണിയ, വൃക്ക സ്തംഭനം എന്നിവയുണ്ടാകും. മരണവും സംഭവിക്കാം. ചൈനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ നിന്നും അല്പം വ്യത്യസ്തമായ ജനിതക മാറ്റം വന്ന പുതിയ തരം കൊറോണ വൈറസ് ആണ്. സാധാരണ ജലദോഷപ്പനിയെ പോലെ ശ്വാസകോശ നാളിയെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. രോഗപ്രതിരോധ വ്യവസ്ഥ ദുർബലമായവരിൽ, അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലും വൈറസ് പിടിമുറുക്കും. ഇതുവഴി ഇവരിൽ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും.